ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ മലയാളത്തിൽ നിന്നും സംസ്കൃതത്തിലേക്കുള്ള ട്രാൻസ്ലേഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു ദിവസം ഞാനൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷനാണിത്. അതായത് ഇന്നിപ്പോൾ എല്ലാം ഞാൻ പ്രസൻറ്റ് ടെൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ലട്ട് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ഏതാണെന്ന്. പൂന്തോട്ടത്തിൽ മനോഹരങ്ങളായ പുഷ്പങ്ങൾ വികസിക്കുന്നു. പൂന്തോട്ടം എന്നുള്ള വാക്ക് ഏതാണ് സംസ്കൃതത്തിൽ? ഉദ്യാനം പറയാം, പിന്നെ വാടികായും പറയാം. ഉദ്യാനം എന്നുള്ളത് നപുംസകലിംഗമാണ്, ആ വേർഡ് നപുംസകലിംഗമാണ്. എന്നാൽ വാടികായാണെങ്കിൽ ആകാരാന്തമാണ്, സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പോൾ രണ്ടിൻ്റെയും വിഭക്തി മാറി വരും അല്ലേ. അപ്പോൾ ഇവിടെ പൂന്തോട്ടത്തിൽ ഇല്ലെന്നുള്ളത് പ്രത്യേകം ഏത് വിഭക്തിയിലാണ് വരുന്നത്? സപ്തമിയാണ്, സപ്തമി വിഭക്തിയാണ്. അപ്പോൾ ഉദ്യാനം എന്നുള്ളതിൻ്റെ സപ്തമി എങ്ങനെ വരും? ഉദ്യാനത്തിൽ. അപ്പം വാടികയാണെങ്കിലോ അത് വ്യത്യാസമാണ്. വാടികായാം, വാടികയിൽ. നിങ്ങൾ ഏതെങ്കിലും എഴുതിയാൽ. അപ്പോൾ ഉദ്യാനം ഉദ്യാനേ, അത് ആദ്യം എഴുതി. ഉദ്യാനേ. ഇനി അടുത്ത മനോഹരങ്ങളായ പുഷ്പങ്ങളാണ്. പുഷ്പങ്ങളെ വിശേഷിപ്പിക്കുന്നതാണ് മനോഹരങ്ങളായ. അപ്പോൾ പുഷ്പങ്ങൾ എങ്ങനെയാണ്? പുഷ്പം, പുഷ്പേ, പുഷ്പാണി. അപ്പോൾ പുഷ്പാണിയാണ് ബഹുവചനം. അപ്പം മനോഹരങ്ങളും എന്ത് ചെയ്യും? അതിന് അതുപോലെ തന്നെ ബഹുവചനം തന്നെ വരണം. അപ്പോൾ പുഷ്പാണി എങ്ങനെ? മനോഹരാണി പുഷ്പാണി, മനോഹരാണി പുഷ്പാണി. അപ്പം ഉദ്യാനേ മനോഹരാണി പുഷ്പാണി. ഇനി വികസിക്കുന്നു എന്ന് പറയുമ്പം വികസതിയാണ് പിന്നെ പ്രഥമ പുരുഷൻ. ഇവിടെ പ്രഥമ പുരുഷൻ തന്നെ വരും അല്ലേ, കാരണം ഉദ്യാനം അതായത് തേർഡ് പേഴ്സൺ ആയിട്ടാണ് വരുന്നത്. അപ്പം വികസതി, വികസതഃ, വികസന്തി ബഹുവചനമായതുകൊണ്ട് വികസന്തി. ഉദ്യാനേ മനോഹരാണി പുഷ്പാണി വികസന്തി. ഇനി നീ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? നീ എന്നുള്ളത് എന്താണ്? സെക്കൻഡ് പേഴ്സൺ ആണ് അല്ലേ. നീ എന്നുള്ള എന്ത് വാക്കാണ്? ത്വം ആണ്. അപ്പം നീ ത്വം ഏത് ക്ലാസ്സിൽ? ക്ലാസ്സിൽ എന്നുള്ളത് സപ്തമി ഇൽ വന്നില്ലേ. അപ്പോൾ അത് ക്ലാസിൻ്റെ കക്ഷ എന്നാണ്. കക്ഷ എന്നുള്ളത് സ്ത്രീലിംഗ ശബ്ദം, ദീർഘമാണ്, ആകാരല്ല. അപ്പം കക്ഷ എന്നുള്ളതിൻ്റെ നേരത്തെ നമ്മൾ വാടിക പറഞ്ഞില്ലേ, വാടിക സപ്തമി ഒന്നും വാടികായാം. അതുപോലെ കക്ഷ എന്നുള്ളത് കക്ഷായാം. ഇനി ഏത് എന്നുള്ളതും എന്ത് തന്നെ വരണം? സപ്തമി തന്നെ വരണം. അപ്പോൾ എങ്ങനെയും കസ്മിൻ. നിങ്ങൾ കഹ കൗക്കെ അത് പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് കസ്മിൻ ആണ്. കിം കെ കാനിയൊക്കെ പഠിച്ചില്ലേ, കസ്മിൻ. അപ്പോൾ ഇവിടെ ഏത് ക്ലാസ്സിൽ നിന്ന്? കസ്മിൻ, അതും സപ്തമിയാണ്. കസ്മിൻ. കക്ഷ എന്നുള്ളത് കക്ഷായാം. ഇനി പഴുതാകെ നമ്മൾ പഠിച്ചാണ്. പഠിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് പഠതി, പടതഹ, പഠന്തി. അപ്പോൾ പക്ഷേ ഇവിടെ മധ്യമ പുരുഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? മധ്യമ പുരുഷൻ്റെ പ്രത്യയത്തിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മധ്യമ പുരുഷൻ ത്വം, യുവാം, യുവം അല്ലേ. അപ്പോൾ ഇവിടെ ത്വം എന്ത് ചെയ്യണം? പടസി, പടതഹ, പടതയാണ്. പടസി. ത്വം പഠസി. ത്വം കസ്മിൻ കക്ഷായാം പഠസി കഴിഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക്. എവിടെയും ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടില്ല, ക്വസ്റ്റ്യൻ മാർക്ക്. അടുത്തത്, നദിയിൽ നിന്നുള്ള ജലം നാം കുടിക്കുന്നു. നദിയിൽ നിന്നുള്ള, ഫ്രം എന്നുള്ള അർത്ഥം വരുന്ന പ്രത്യയം വരുന്ന ഏത് വിഭക്തിയാണ്? പഞ്ചമിയാണ്. പഞ്ചമി എന്നാണ് അതിൽ നിന്ന്, ഫ്രം എന്നുള്ള അർത്ഥം. അപ്പോൾ ഇവിടെ നദിയിൽ നിന്ന്, നദി എന്നുള്ളതിന് എന്താ? നദീ ശബ്ദമാണ്. നദീ ശബ്ദം ഈകാരാന്ത ശബ്ദമാണ്, സ്ത്രീലിംഗമാണ്. അപ്പോൾ അതിൻ്റെ പഞ്ചമി വരണമെങ്കിൽ എന്ത് ചെയ്യും? നദ്യാഹ, നദിയിൽ നിന്ന്. നദ്യാഹ, നദീഭ്യാം, നദീഭ്യഃ. നദ്യാഹ, നദീഭ്യാം, നദീഭ്യഃ. അപ്പോൾ ഇവിടെ നദ്യാഹ ആണ് നദിയിൽ നിന്നുള്ള ജലം. ജലത്തിന് ജലം തന്നെയാണ്, ജലം. നദ്യാഹ ജലം. ഇനി നാം കുടിക്കുന്നു. നാം എന്നൊക്കെ വയം, അഹം, ആവാം, വയം. അടുത്തയാണ് ക്രിയ നോക്കുമ്പം വയം, പിന്നെ
വയം എന്നുള്ളതിനും ചേർന്ന് ഏതാണ്? കുടിക്കുക. പിബ് ധാതുവാണ്. പിബതി പിബതഹ പിബന്തി, അത് പ്രഥമപുരുഷൻ. മധ്യപുരുഷൻ പിബസി പിബതഹ പിബത. അടുത്തത് ഉത്തമപുരുഷനാണല്ലേ ഇവിടെ വരേണ്ട, വയമാകുമ്പോൾ ബഹുവചനമാണ്. അപ്പൊ പിബാമി പിബാവഹ പിബാമഹ. അപ്പൊ പിബാമഹയാണ് ബഹുവചനം. അടുത്ത ഞാൻ ആഹാരം കഴിക്കുന്നു. ഞാൻ എന്നുള്ളതിന് അഹം, അതറിയാം. അഹം ആഹാരം എന്നുള്ളതിന് ഭോജനമാണ്. ആഹാരത്തിന് ഭോജനം, അതിനകത്ത് പ്രത്യേകമൊന്നുമില്ല. ഭോജനം. ഇനി നോക്കിക്കോളൂ, കഴിക്കുന്നു. ഖാദ് ധാതുവാണ്. ഖാദതി ഖാദതഹ ഖാദന്തി, അത് പ്രഥമപുരുഷൻ. മധ്യപുരുഷൻ ഖാദസി ഖാദതഹ ഖാദഥ. അടുത്ത ഉത്തമപുരുഷനിൽ ഇവിടെ വരേണ്ട അഹമാകുമ്പം ഖാദാമി ഖാദാവഹ ഖാദാമഹ. അപ്പൊ അഹം ഖാദാമി. അഹം ഖാദാമി. അടുത്ത ഞങ്ങൾ വൃക്ഷങ്ങളിൽ വാനരങ്ങളെ കാണുന്നു. ഞങ്ങൾ എന്നുള്ളത് അഹമാവാം. വയമാണ്. വയം. ഇനി വൃക്ഷങ്ങളിൽ എന്നുള്ളത് ഏത് വിഭക്തിയുടെ പ്രത്യയമാണ്? സപ്തമിയുടെയാണ്. നേരത്തെ വന്നില്ലേ, വൃക്ഷങ്ങളിൽ. വൃക്ഷശബ്ദം, വൃക്ഷ വൃക്ഷവും വൃക്ഷാഹയാണ് പ്രഥമ. അപ്പോൾ ഇതിൻ്റെ എന്ത് വരണം? പിന്നെ സപ്തമി വരണം. സപ്തമി വൃക്ഷങ്ങളിലാണ്, ബഹുവചനമാണ്. അപ്പം സപ്തമിയുടെ എങ്ങനെ? വൃക്ഷേ വൃക്ഷയോഹോ വൃക്ഷേഷു. അപ്പം ബഹുവചനം വൃക്ഷേഷു ആണ്. വയം വൃക്ഷേഷു. വാനരങ്ങളെ. വാനരം എന്ന് പറഞ്ഞാൽ എന്താ? കുരങ്ങന്മാർ. വാനരഹ വാനരൗ വാനരാഹ. അപ്പം ബഹുവചനമാണ്. വാനരാഹ. വാനരാഹ അല്ല, വാനരങ്ങളെ അല്ലേ. അപ്പം അത് ഏത് വിഭക്തി? ദ്വിതീയ വിഭക്തി. പിന്നെ അപ്പം വാനരം വാനരൗ വാനരാൻ. ദ്വിതീയ വരുന്നത് ഏകവചനം വാനരം, ദ്വിവചനം വാനരൗ, ബഹുവചനം വാനരാൻ. വാനരാൻ. ഇനി അടുത്തത് കാണുന്നു. പശ്യതി പശ്യതഹ പശ്യന്തിയാണ്. അപ്പം ഇവിടെ വയമാകുമ്പോൾ ഉത്തമപുരുഷൻ പശ്യാമി പശ്യാവഹ പശ്യാമഹ. പശ്യാമഹ ഇങ്ങനെയാണ് വരുന്നത്. വയം പശ്യാമഹ. മനസ്സിലായില്ലേ? ഇനി നമുക്ക് വർത്തമാനകാലത്തിൻ്റെ വേറൊരു രൂപം പഠിക്കാം. അതായത് അത് പഠിച്ചാൽ അടുത്ത ബാക്കിയുള്ള സെൻറ്റൻസ് ഒക്കെ കറക്റ്റായിട്ട് വരും. അതായത് അസ് ധാതു. അസ് എന്ന് പറഞ്ഞാൽ ആകുന്നു, ഈസ് എന്നുള്ള അർത്ഥം തന്നെ. അസ് ധാതു അതിൻ്റെ വർത്തമാനകാലത്തിലെ രൂപം, ലട്ടിലെ രൂപങ്ങളാണ്. പ്രഥമപുരുഷൻ വന്നപ്പോൾ അസ്തി സ്തഹ സന്തി. മധ്യമപുരുഷൻ അസി സ്തഹ സ്ത. ഉത്തമപുരുഷൻ അസ്മി സ്വഹ സ്മഹ. അപ്പോൾ പ്രഥമപുരുഷൻ മധ്യമപുരുഷൻ ഉത്തമപുരുഷനുമായി. ഇനി അതിൻ്റെ നമുക്ക് നോക്കാം. ആദ്യത്തെ സെൻറ്റൻസ് നോക്കിക്കോളൂ. നീ വീരൻ ആകുന്നു. നീ എന്നുള്ളത് എന്താണ്? ത്വം. വീരൻ എന്നുള്ളത് വീരഹ തന്നെ. വീരഹ. ഇനിയാണ് നോക്കണം. നീ വരുമ്പോൾ ഏതാണ് ഇവിടെ? മധ്യമപുരുഷനിലല്ലേ വരേണ്ടേ? കാരണം ഇത് നീ എന്നുള്ളത് സെക്കൻഡ് പേഴ്സൺ. അപ്പം ഇതാണ് സിംഗുലർ. അസി. ത്വം വീരഹ അസി. ത്വം വീരഹ അസി. അടുത്തത് അവൻ്റെ കയ്യിൽ പുസ്തകമുണ്ട്. അവൻ്റെ എന്നുള്ളത് എന്തൊന്നാണ്? ഷഷ്ടി ഏകവചനമാണ്. തച്ഛബ്ദം. തത് ശബ്ദത്തിന് സഹതൗത്തെ പറഞ്ഞില്ലേ? സഹതൗത്തെ അവൻ, അവർ, രണ്ടുപേർ, അവരെല്ലാവരും. അതിൻ്റെ ഷഷ്ടിയാണ് തസ്യ. തയോഹോ തേഷാം എന്നാണ്. തസ്യ എന്നുള്ളത് ഏകവചനം. അപ്പോൾ ഇവിടെ അവൻ്റെ എന്നുള്ളത് തസ്യ. അത് സ്ത്രീലിംഗമായിരുന്നെങ്കിൽ എന്ത് ചെയ്തത്? തസ്യാഹ. അവൻ്റെ കയ്യിൽ എന്നുള്ളത് എന്താണ്? അവിടെ സപ്തമിയിൽ വരുന്നത്. സപ്തമി അല്ലേ? കയ്യിൽ ഹസ്തേ. ഹസ്തേ. പുസ്തകം തന്നെയാണ്. അതിന് വിഭക്തിയൊന്നും വന്നില്ല. പുസ്തകം. ഇനിയാണ് ഉണ്ട്. ഇവിടെ ഉണ്ട് ആകുന്നു എന്നൊക്കെയാണ് അസിൻ്റെ അർത്ഥം. അപ്പം തസ്യ ഹസ്തേ പുസ്തകമാണുള്ളത്. പുസ്തകം ഉണ്ടെന്നുള്ളത് എന്താണ്? സിംഗുലർ അല്ലേ? അപ്പം പുസ്തകം എന്താണ്? അസ്തി. പുസ്തകം അസ്തി. ഉണ്ട്. അവൻ്റെ കയ്യിൽ പുസ്തകമുണ്ട്. അടുത്ത കിഴക്ക് ദിക്കിൽ മേഘങ്ങളുണ്ട്. കിഴക്കെന്നുള്ളതിനെ പൂർവ. അപ്പം ഇവിടെ കിഴക്ക് ദിക്കിൽ എന്നുള്ളത് എന്താണ്? സപ്തമി ഏകവചനമാണ്. അപ്പം ദിശായാം. നേരത്തെ രണ്ടു നാൾ ആം വന്നത് പഠിച്ചല്ലേ? അതുപോലെ
ദിശായാം. അപ്പം ഇവിടെ ദിശായാം, അപ്പം ഇവിടെ എന്ത് ചെയ്യണം? കിഴക്ക് എന്ത് ചെയ്യണം? സപ്തമി തന്നെ വരണം. അപ്പോൾ പൂർവസ്യ ദിശായാം, പൂർവസ്യാം ദിശായാം എന്നാകും. പൂർവസ്യാം ദിശായാം. ദിശി എന്ന് എഴുതിയാൽ ശരിയാണ്. ദിശായാം, പൂർവസ്യാം ദിശായാം. മേഘങ്ങൾ എന്നുള്ളത് മേഘാഹ, മേഘാഹ. ഇനി ഉണ്ട്, പൂർവസ്യാം ദിശായാം മേഘാഹ പ്ലൂറൽ അല്ലേ? അപ്പോൾ അസ്ഥിസ്തഃ സന്തി, മേഘാഹ സന്തി, മേഘങ്ങൾ ഉണ്ട്. അടുത്ത അവർ ഇപ്പോൾ ജയിലിലാണ്. അവർ എന്ന് പറഞ്ഞപ്പോഴേക്ക് സഹ തൗ തേ, തേ ആണ് അവർ. തേ എന്താണ്? ജയിലിൽ. ജയിലിന് എന്ന് പറയും? കാരാഗാരം എന്നാണ്. അപ്പോൾ ജയിലിൽ എന്ന് അതിന് മുമ്പ് ഇപ്പോൾ എന്നൊരു വാക്കുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അധുന, നൗ, ഇപ്പോൾ, അധുന. തേ അധുന, അധുന. ഇനി ജയിലിൽ, അത് സപ്തമി ഏകവചനം. കാരാഗാരേ, കാരാഗാരേ, കാരാഗാരേ ആണ്. തേ ആണ്, തേ ബഹുവചനമല്ലേ? അപ്പം സന്ധി, തേ കാരാഗാരേ സന്ധി. ഈ രീതിയിലാണ്. അടുത്ത നോക്കിക്കോളൂ. ഞാൻ അധ്യാപിക ആകുന്നു. ഞാൻ എന്നുള്ളതിന് അഹം, അഹമാണ് ഞാൻ എന്നുള്ളത്. അഹം. ഇനി അധ്യാപിക എന്ന് പറഞ്ഞാൽ അധ്യാപിക, അധ്യാപിക, അധ്യാപിക ദീർഘമാണ്, കാരണം സ്ത്രീലിംഗമാണ്. ഇനി അധ്യാപകൻ എന്നാവും അധ്യാപക എന്നാണ്. ഇത് അധ്യാപിക ആകുന്നു. എന്താണ്? ഞങ്ങളുടെ ഇവിടെ അഹമാണ്. ഞാൻ പറഞ്ഞു ആകുന്നു ഉണ്ട്, രണ്ടും ഇതിലാണ് വരുന്നത്. അപ്പോൾ ആകുന്നു, അഹമാകുമ്പോൾ എന്ത് ചെയ്യും? ഉത്തമപുരുഷല്ലേ? അസ്മി, അഹം അധ്യാപിക അസ്മി, ഞാൻ അധ്യാപിക ആകുന്നു. അതുപോലെ നിങ്ങൾക്ക് വേറെ പറഞ്ഞു എഴുതാം, ഞാൻ ഇന്നയാളാകുന്നു, ആകുന്നു എന്ന്. അപ്പോൾ ഇത് വരും. ഇനി ഈ ജഗത്തിൻ്റെ പതി ഈശ്വരനാകുന്നു. ഈ ജഗത്തിൻ്റെ, ഈ ജഗത്തെന്ന് പറഞ്ഞാൽ എന്താ? ലോകം അല്ലേ? ജഗത, ഈ ജഗത്തിൻ്റെ പതി. അപ്പം ജഗത്തെന്ന് പറയുമ്പോൾ ജഗതഃ, ജഗത്തിൻ്റെ, ജഗത്തെന്നുള്ള ശബ്ദത്തിൻ്റെ ഷഷ്ടി ഏകവചനമാണ് ജഗതഃ, ജഗത്തിൻ്റെ. അപ്പം മറ്റേ ഈ എന്നുള്ളത് എന്ത് തന്നെ വരുന്ന ഷഷ്ടി. അപ്പം അസ്യ ജഗതഃ, അസ്യ ജഗതഃ, അസ്യ ജഗതഃ പതി, പതിഹി തന്നെ, പതിഹി, അസ്യ ജഗതഃ പതിഹി. ഈശ്വരൻ എന്നുള്ള ഈശ്വരഃ, ഈശ്വരഃ, അസ്യ ജഗതഃ പതിഹി ഈശ്വരഃ. എന്താണ് ബാക്കി വരുന്നത്? ഇവിടെ ഈശ്വരൻ ഒറ്റ ഇതല്ലേ? സിംഗുലർ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? പ്രഥമ പുരുഷനാണ് അസ്തി, ഈശ്വരഃ അസ്തി. അസ്യ ജഗതഃ പതിഹി ഈശ്വരഃ അസ്തി. അടുത്ത ഞങ്ങൾ കുട്ടികളാകുന്നു. ഞങ്ങൾ എന്ന് പറയുമ്പോൾ അഹം ആവാം വയമാണ്. ഞങ്ങൾ വയം, കുട്ടികൾ എന്നുള്ളത് ഛാത്രാഹ, പ്ലൂറലാണ്. ഛാത്രാഹ കുട്ടികൾ, ഛാത്രാഹ ആകുന്നു. വയം വരുമ്പോഴത്തേക്ക് അഹം ആവാം വയം. ഇവിടെയല്ലേ വരുന്നത്? ഛാത്രാഹ സ്മഹ. അടുത്ത ഗ്രന്ഥശാലകളിൽ വിവിധതരം പുസ്തകങ്ങളുണ്ട്. ഗ്രന്ഥശാലകളിൽ പുസ്തകാലയം എന്നും പറയല്ലേ? പുസ്തകാലയങ്ങളിൽ എന്ന് പറയാം. അപ്പോൾ അത് സപ്തമി ഇൽ വന്നപ്പോഴത്തേക്ക് സപ്തമി ഏകവചനമല്ല, സപ്തമി ബഹുവചനമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പുസ്തകാലയേ, പുസ്തകാലയോഹോ, പുസ്തകാലയേഷു ബഹുവചനം വരണം. പുസ്തകാലയേഷു, പുസ്തകാലയേഷു എന്താണ്? വിവിധതരം പുസ്തകങ്ങളുണ്ട്. പുസ്തകങ്ങളാണ്. പുസ്തകം, പുസ്തകേ, പുസ്തകാനി. ബഹുവചനം പുസ്തകാനിയാണ്. അപ്പോൾ ഈ വിവിധ തരം എന്ത് ചെയ്യണം? പ്രഥമ ബഹുവചനം തന്നെ വരണം. വിവിധാനി പുസ്തകാനി, വിവിധാനി പുസ്തകാനി.
വിവിധാനി പുസ്തകാനി. ഇനി നോക്കൂ, ഗ്രന്ഥശാല വിവിധാനി പുസ്തകാനി ബഹുവചനമല്ലേ, അപ്പോൾ ഇത് സന്ധിയാണ് എഴുതേണ്ടത്. ഗ്രന്ഥശാലയെ വിവിധാനി പുസ്തകാനി സന്ധി. അപ്പോൾ ഇങ്ങനെ ഇപ്പം കുറേ വർത്തമാനകാലത്തിൻ്റെ പ്രസൻറ്റ് ടെൻസിൻ്റെ കുറേ സെൻറ്റൻസുകളായി. ഇനി അടുത്ത ദിവസം നമുക്ക് പാസ്റ്റ് ടെൻസ് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.